ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യണത് ക്രോച്ചറ്റ് കൊണ്ട് നമ്മളൊരു എയർപോർട്ടിന് ഒരു കവറ് തുന്നാട്ടോ, ക്യൂട്ടായിട്ടുള്ളൊരു കവറ് തുന്നണതാണ് ഇന്നത്തെ വീഡിയോ. ഇതാട്ടോ നമ്മൾ തുന്നിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കവറാട്ടോ ഇത്. നല്ല ഭംഗിയാണ്, ക്യൂട്ടായിട്ടുള്ളൊരു കവറാട്ടോ. ആർക്കും ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തുന്നിയത് നോക്കാട്ടോ. ഇതിന് ഒരേ സ്റ്റിച്ചാട്ടോ വരുന്നത്. നമുക്ക് കുറേ എണ്ണം എടുത്ത് കൗണ്ട് ചെയ്യാനും അതേപോലെ സ്റ്റിച്ച് മാർക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് തുന്നിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തുന്നാൻ നോക്കട്ടോ. ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടണം. സ്ലിപ്പ് നോട്ട് ഇങ്ങനെയാട്ടോ ഇടുക. ഇതേ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തിട്ട് നമ്മളെ സൂചി ഉണ്ടല്ലോ അത് കൊള്ളാൻ പാകത്തിനാക്കി ഒന്ന് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് നമ്മളൊരു 12 ചെയിൻ സ്റ്റിച്ച് ഇടണം കേട്ടോ. 12 ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ച് ഇട്ട് കൊടുക്കുക. ഇതിന് നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ആട്ടോ കൊടുക്കുന്നത്. ഫുള്ള് ഹാഫ് ഡബിൾ ക്രോഷ്യറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 12 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ബേസിക് ആയിട്ടുള്ള 7 സ്റ്റിച്ചസ്. അതിൽ ഹാഫ് ഡബിൾ ക്രോഷ്യയിലാട്ടോ ഇത് ചെയ്യണത്. അപ്പോൾ നമ്മൾ 12 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ഇട്ടില്ലേ അതിൻ്റെ ലാസ്റ്റിൽ നിന്ന് ഒരു ചെയിന് വിട്ടിട്ട് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ത്രെഡുമ്പോൾ ഒന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ ആ ഒരു ചെയിന് വിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുമ്പോൾ 3 ത്രെഡ് വരും. അതൊക്കെ ഫുള്ളായിട്ടാണ് വലിച്ചെടുക്കുക. അതേപോലെ അപ്പോൾ 11 സ്റ്റിച്ച് ഉണ്ടാവും കേട്ടോ. കാരണം 12 നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിനിയത് അതിലൊന്ന് വിട്ടുകൊണ്ടാണ് നമ്മൾ തുന്നി കൊടുക്കുന്നത്. അപ്പം ബാക്കി 11 സ്റ്റിച്ച് ഉണ്ടാവും. അത് ഫുള്ള് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹാഫ് ഡബിൾ ക്രോഷ്യറ്റിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ഫുള്ള് നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ്ടോ. അപ്പോൾ നമ്മൾ 2 ലെയർ തുന്നിക്കഴിഞ്ഞു. ഇനിയും അതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് ചുറ്റി നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റിൽ ചെയ്ത് കൊടുക്കട്ടോ. അപ്പം അതിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എണ്ണവും കാര്യങ്ങളൊന്നും നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് കണ്ടാണല്ലോ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നിന്നാണ് തുന്നി തുടങ്ങുന്നത്. അപ്പം 11 ചെയിൻ സ്റ്റിച്ച് ഉണ്ടാവും. അതിലാണ് നമ്മളിങ്ങനെ തുന്നിപ്പോണ റൗണ്ടിലാക്കി കണ്ട് തുന്നി കൊടുക്കട്ടോ. ഇതാണ്ടോ ആ റൗണ്ടും കഴിഞ്ഞു. നമ്മൾക്ക് അടുത്ത ലെയർ ഒരു റൗണ്ടും കൂടെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എയർപോർട്ടിൽ ഒന്ന് ഇട്ട് നോക്കാം പാകമാണോ കാര്യമെന്നൊക്കെ. ആ 12 വെയ്ക്കാറ് കേട്ടോ. ആ ഫസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ച് എടുക്കണില്ലേ അതാണ് എയർപോർട്ടിൻ്റെ വലിപ്പം ഉണ്ടാക്കുക. അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ 12 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് എയർപോർട്ടിൽ വെച്ച് നോക്കാം കേട്ടോ. അതിനനുസരിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇത് കണ്ടോ നമ്മൾ തുന്നി ഹാഫ് ഡബിൾ ക്രോഷ്യത്തിൽ തുന്നി ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് ഇങ്ങനെ റൗണ്ടാക്കിയാണ്ട് എടുക്കുക. ആ എൻഡ് വരെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത എൻഡ് വരേക്ക് റൗണ്ടാക്കിയാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടോ ഇതേപോലെ ആവട്ടോ ഒരു നമുക്ക് കവറായിങ്ങാണ്ട് നിൽക്കണ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ എയർപോർട്ടായിരുന്നു ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ കണ്ടോ അതിൻ്റെ എയർപോർട്ടിന് ഇത് പാകാട്ടോ കറക്റ്റാണ് വലിപ്പം വരുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി തുന്നി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. ഒരു ലെയറല്ല, ഒരു 2 ലെയറും പാടെ കൊടുക്കേണ്ടി വരും. ആ 2 ലെയറും പാടെ നമുക്ക് ഇതേ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റിൽ തുന്നിയെടുക്കാം. അപ്പോൾ ഇതുണ്ടോ നമ്മൾ തുന്നി എടുത്തിട്ടുണ്ട് 2 ലെയറും പാടെ നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ കണ്ടത് കവറായിങ്ങാണ്ട് ഒരു നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിമക്ക് വേറെ കളറ് ത്രെഡ്, ഒരു യെല്ലോ കളർ ത്രെഡാട്ടോ ഞാൻ ഇതിമ കൊടുക്കുന്നത്. അത് കൊടുക്കുക. ആദ്യം കട്ട് ചെയ്തിട്ട് ആ നൂല് നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. നല്ല ടൈറ്റനാക്കിയിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ആ നൂല് പോരൂല. പിന്നെ ആ തൂങ്ങി നിൽക്കുന്ന നൂല് നമ്മൾ അടുത്ത സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ കൊടുത്തുകൊണ്ടാണ് തുന്നിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് തിരികെ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്ക് യെല്ലോ നൂല് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ കൂടെ വലിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അപ്പോൾ അത് ലോക്കായി വരും. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുത്താൽ ലോക്കാവും. എന്നിട്ട് നമ്മൾ സാധാ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യറ്റിൻ്റെ തുന്നില്ലേ അതിങ്ങനെ ചെയ്ത് റൗണ്ടിൽ ചെയ്ത് ഇങ്ങനെ എടുക്കട്ടോ. നമുക്ക് എത്ര നമ്മളെ ഹെഡ് ബോർഡിന് എത്ര ലെങ്ത് ഉണ്ടോ അതിനനുസരിച്ചുള്ള ചെയിന് നമുക്ക് ഇതിന്മേൽ കൊടുക്കാം.
ലെയറൊക്കെ ആയപ്പോഴത്തേന് തന്നെ എൻ്റെ എയർപോഡ് ഫുള്ള് കവറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മുകൾക്കുള്ളത് പാർട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത് കറക്റ്റായി ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുകൾക്കുള്ളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും നമ്മൾ ഫസ്റ്റ് തുന്നി അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടെടുത്തിട്ട് 12 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ അതിന്മേൽ നേരത്തെ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത് അതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേണ്ട ലെങ്ത് ആകുമ്പോൾ നമ്മളതിന് ഇട്ട് നോക്കുക. അത് കവറായി നിൽക്കുന്നുണ്ടെങ്കിൽ അടപ്പിന് കവറായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് അവിടെ ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിത് ഇതേപോലെ ഇങ്ങനെ റൗണ്ടാക്കിയാണ്ട് തുന്നിയെടുക്കാം. ഒരു മാജിക് സർക്കിൾ ഇട്ട് കൊടുക്കണം കേട്ടോ. മാജിക് സർക്കിൾ ഇതേപോലെയാണ് ഇടുക. അങ്ങനെ ഇട്ടിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ 6 സ്റ്റിച്ചസ് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഒന്ന് നൂലുമ്മ ചുറ്റിയിട്ട് ഉള്ളിൽ കൂടെ വലിച്ചെടുത്തിട്ട് അപ്പം 3 ത്രെഡ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് വലിച്ചെടുക്കുക. അങ്ങനെ 6 സ്റ്റിച്ചസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതാണ്ടോ ഈ റൗണ്ടും പാടെ ഈ റൗണ്ടും പിന്നെ ഒരു റൗണ്ടും പാടെ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്കതിന് കവർ ചെയ്താണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് ഇതിന് നമ്മൾ 2 ചെവി കൊടുക്കുന്നുണ്ട്, ക്യൂട്ടായിട്ടുള്ള 2 ചെവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ അപ്പോൾ ഇതേപോലെ കേട്ടോ ആ നൂല് കണ്ടോ, ആ 2 നൂലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ സൂചി കൊണ്ട് വലിച്ചെടുത്തിട്ട് ഉള്ളിൽ കെട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതവിടെ നല്ല സ്റ്റഡി ആയിട്ട് നിന്നോളും, പോരൊന്നുമില്ല.
നൂലില്ലേ, ഉള്ളത്തെ നൂല് അതൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ കൂടി വരും കേട്ടോ, ആ റൗണ്ട് കൂടി വരും. അങ്ങനെ കൂടി വന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും പാടെ കൊടുക്കുന്നുണ്ട്, ഒരു ലെയറും പാടെ അങ്ങനെ തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതാണ്ടോ, അപ്പോൾ നമ്മളെ ചെവി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് കണ്ടോ, ആ നൂല് അവിടെ നിന്നോട്ടെ കേട്ടോ, നമ്മൾ കട്ട് ചെയ്ത് കളയൊന്നും വേണ്ട. അത് നമ്മൾ ആ ചെവി എവിടെയാണോ വരുന്നത് അവിടെ ഉള്ളിൽ കൂടെ ഇട്ട് കണ്ട് കെട്ടി കൊടുക്കുകയാണ്. ഇതേപോലത്തെ 2 ചെവി നമുക്ക് ഒരു ചെവിയും പാടെ തുന്നിയെടുക്കുക. അതിൻ്റെ പേര് തുന്നിയെടുത്തിട്ട് നമുക്കത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലാസ്റ്റ് ഇതിന് ചെയ്യണ സാധാ നൂലില്ലേ, സൂചിയും നൂലും വെച്ചാണ്ട് ഇതിന് കണ്ണും മൂക്കും അതേപോലെ ചുണ്ടൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ണ് ഇതേപോലെ കേട്ടോ വരക്കണേ, 2 ഇതിങ്ങനെ ക്രോസാക്കി വരച്ചാണ്ട്.
ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു പെണ്ണുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സ്റ്റിച്ചാട്ടോ കൊടുക്കണത്. ഇതിന് നമ്മൾ തുന്നുമ്പം ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൻ്റെ കവറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ള കേട്ടോ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ഇത്ര തുന്നി വന്നപ്പോൾ ഇങ്ങനെ ആവുന്നൊന്നും കരുതിയിട്ടില്ല. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായി. എൻ്റെ എയർപോർട്ടിന് പാകത്തൊരു കവറാട്ടോ. ഇതേ സ്റ്റിച്ചാട്ടോ, നമുക്ക് വേറെ മോഡലിലുള്ള പല കവറാളും തുന്നിയെടുക്കാം. ഇതേ സെയിം സ്റ്റിച്ച് വെച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് നമ്മൾ എയർപോർട്ട് ഇതുമായി ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് പാകമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കവറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്.